ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് ചെയ്യട്ടോ. ഒരു ഹേർട്ടെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യുക. പിന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നും കിച്ചൺ വീഡിയോ ആയിട്ടാണല്ലോ ഇവിടെ വന്നിക്കണേന്ന് വിചാരിക്കരുത്. നമുക്കിതല്ലാതെ എന്താ വേറെ പണി? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ കിച്ചണിൽ കയറുക, അടിക്കുക, തുടക്കുക. പിന്നെ നമ്മളൊരു കറക്റ്റ് ടൈം വെച്ചിട്ടാണ് സ്കൂളിൽ പോവുക. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഇഡ്ഡലി അതുപോലെ ചമ്മന്തി ചട്നി ആയിരുന്നു എൻ്റെ പ്ലാന്. ബട്ട് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇഡ്ഡലിയും ചമ്മന്തി ആക്കി കേട്ടോ. ചട്നി വേണമെന്നുണ്ട്, പക്ഷേ നമ്മൾ രാവിലെ കിച്ചണിൽ കയറുമ്പോൾ ക്ലോക്കിൽ ഇങ്ങനെ ടൈം നോക്കിട്ടു. എനിക്ക് ഇവിടുന്ന് 10:20 ക്ലാസ്. അപ്പോൾ ഒരു 10 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ക്ലോക്കിൽ നോക്കുകയും ചെയ്യും, നമ്മളെ പണികൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ ഇഡ്ഡലി തവി കുറേ ദിവസമായി എടുത്തിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇഡ്ഡലി പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകേണ്ട കുറച്ച് കൂട്ടാനുകളും അതുപോലെ മോൾക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇന്നത്തെ പണി. അടിക്കലും തുടക്കലൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. വീഡിയോ എടുക്കാൻ എപ്പോഴും കഴിയാറില്ല. കിച്ചണിൻ്റെ വീഡിയോ മാത്രം നമ്മൾ ട്രൈപോഡ് വെച്ച് അങ്ങനെ എടുക്കാറാണ് കേട്ടോ. പിന്നെ അടിക്കലും തുടക്കലൊക്കെ ആകുമ്പോൾ അത് ക്യാരി ചെയ്ത് ഇങ്ങോട്ട് വരലും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകലൊക്കെ ആകുമ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമാണ്. അപ്പോൾ വെറും കിച്ചണിലുള്ള കുറച്ച് വീഡിയോസാണ്. നമ്മൾ ചോറ് തിളച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇഡ്ഡലി കുക്കറിൽ നമ്മൾ ഇഡ്ഡലി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു തവണ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇഡ്ഡലി. അതിൽ തന്നെ 16 ഇഡ്ഡലിയോളം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പുറത്തെ ചട്ടിയിൽ പിന്നെ ചമ്മന്തിക്കുള്ള വലിയ ഉള്ളിയും തക്കാളിക്ക് വട്ടുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയാണ് ഞാൻ എടുക്കാറ്. ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വലിയ ഉള്ളി വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇഡ്ഡലിയും ചമ്മന്തിയിൽ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മല്ലിച്ചപ്പന്നെ അത് കുറച്ച് അധികം ഇട്ട് കൊടുത്തു. അതിൻ്റെ ഫ്ലേവറാണ് വരുമ്പോൾ ഇഡ്ഡലിയാണ് നമ്മൾ അതിനകത്ത് ഒപ്പി കഴിക്കാൻ രസമാണ് കേട്ടോ. പിന്നെ ഇഡ്ഡലി നമ്മൾ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ടൈം ഞാൻ ആവിക്ക് പോകാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ആവി പോയി കഴിഞ്ഞാലുള്ളൂ അതിന് അടർത്തി എടുക്കുമ്പോൾ കിട്ടുക. അങ്ങനെ ആവി പോകാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്കൂളിൽ പോകുന്ന ടൈം ആകുമ്പോഴേക്കും ലിനു മദ്രസ 8:45 വീട്ടിലെത്തുമ്പോൾ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് തന്നെ ഒരുവിധം സ്കൂളിൽ പോകേണ്ട ടൈം ആവും കേട്ടോ. പിന്നെ മോന് രാവിലെ 7:30 പോകുമ്പോഴേക്കും നമുക്ക് ഫുഡും അതുപോലെ അവനക്ക് കൊണ്ടുപോകേണ്ട ലഞ്ചും നമുക്ക് ഉള്ള ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ആവണം കേട്ടോ. എല്ലാവരും പറയും ചട്ടി എന്താ എങ്ങനെയാണെന്നുള്ളത്, പക്ഷേ ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. നമുക്കൊരു കിച്ചണിലെ ഏതെങ്കിലും ഒരു പാത്രം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ തോന്നില്ലല്ലോ. അതുപോലെയാണ് എനിക്കത്. കാക്കു നാട്ടിൽ എപ്പോഴും വരുമ്പോഴും പറയട്ടോ, അല്ലെങ്കിൽ ഈ അതൊന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് തന്നെ. എനിക്ക് അതിലാണ് കടുക് വറുത്താലും ഉള്ളി തൂമിച്ചാലും ഒക്കെ ഒന്ന് ശരിയാവട്ടോ. പിന്നെ എനിക്ക് പേരിക്ക് നോക്കുമ്പോൾ ഫ്രിഡ്ജിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം 2 പൊട്ടാറ്റോ എടുത്ത് ക്ലീൻ ചെയ്ത് പൊട്ടാറ്റോ ഫ്രൈയും അതുപോലെ മൈ ഫേവറേറ്റ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചമ്മന്തി നമ്മളുടെ വീട്ടിലെ മെയിൻ ഐറ്റമാണ് കേട്ടോ. ചമ്മന്തി, അച്ചാർ. അപ്പോൾ എല്ലാവരും പറയും എരിവ് കൂട്ടരുത് എന്നുള്ളത്, പക്ഷേ എന്തോ ചോറ് കഴിക്കണമെങ്കിൽ നമുക്കത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൊട്ടാറ്റോ ഫ്രൈയിൽ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഴക്കുക മീൻസ് നമ്മൾ ഒന്ന് തിരുമ്മിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ ഫ്രൈ പാൻ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിക്കിട്ട് കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ അലക്കാൻ പോകുന്നുണ്ട്. അതുപോലെ അലക്കിയത് അയലിൽ തോരടുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കിച്ചണിൽ മാത്രമാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കരുത്. വീടും ഫുള്ള് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. സ്കൂളിൽ പോകുന്ന ടൈം ആകുമ്പോഴേക്കും ഞാൻ അടിക്കലും തുടക്കലും അലക്കലും അതുപോലെ കിച്ചണിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. മുറ്റടിക്കലാണ് കുറച്ച് കുറവ്. മഴയും കൂടി ആയതുകൊണ്ട് മുറ്റടിക്കാനും മൃദം നിറയെ പുല്ലാണ് കേട്ടോ. ഇന്റർലോക്ക് കുറച്ച് ഭാഗങ്ങളിൽ ഇട്ടിട്ടുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് മുറ്റം അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ച് ഭാഗങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ ഇൻ്റർലോക്ക് ഇട്ടിട്ടുള്ളത്. ബാക്കി ഭാഗങ്ങളിലൊക്കെ പുല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ ഫേവറേറ്റ് ചമ്മന്തി. ഇന്നത്തെ മുളക് നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക വലിപ്പത്തിൽ പുളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് ഉപ്പ്
ഇട്ടിട്ട് നന്നായിട്ട് പിന്നെ മിക്സിയിൽ കറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നല്ല ആട്ടിയ പച്ച വെളിച്ചെണ്ണ ഉണ്ട്, അതും കൂടെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ടൈം നമ്മൾ മിക്സിയിൽ വെച്ചാൽ എൻ്റെ സാറേ അടിപൊളിയാണെന്ന് അറിയുന്ന പോലെയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേറെ ഒരു കൂട്ടാനും വേണ്ട, നമുക്ക് ഈ ചോറും ചമ്മന്തി മാത്രം മതി. ചമ്മന്തി ഇങ്ങനെ ചോറിൽ കുഴച്ച് കഴിക്കണത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചമ്മന്തിയൊക്കെ അരച്ച് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ അതിനകത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ ആട്ടിക്കൊടുന്ന വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അത് കടയിൽ നിന്നൊന്നും മേടിക്കാത്ത എണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മോനിക്കുള്ള ലഞ്ച് ബോക്സ് ശരിയാക്കുകയാണ്. അതിനകത്ത് പൊട്ടാറ്റോ ഫ്രൈ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചമ്മന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോൻ പറയുന്നുണ്ട് അമ്മച്ചീൻ്റെ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ എന്നുള്ളത്. അയച്ചിട്ട് അരക്കാൻ ഒഴിവുണ്ട്. അയ്യോ വന്നു പെട്ടു. ഞാൻ എപ്പോഴും വിചാരിക്കും കിച്ചണിൽ കയറുമ്പോൾ അത് ഓരോന്നായിട്ട് അപ്പം തന്നെ കഴുകി വെക്കണം എന്നുള്ളത്. എത്ര കഴുകി വെച്ചാലും കുന്നോളം ഉണ്ടാവും കേട്ടോ സിങ്കിൽ. ഇത് എവിടുന്ന ഈ പാത്രങ്ങൾ ഓടിച്ചാടി വരുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും ഓരോന്ന് ചെയ്യുമ്പോഴും അപ്പോഴൊക്കെ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇത്ര ലോഡാവില്ല എന്നുള്ളത്. പക്ഷേ അത് മനസ്സിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ ഉണ്ടാവലുണ്ട്. പക്ഷെ ഇത്രയും പാത്രങ്ങൾ പിന്നെ എവിടുന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. എനിക്കാണെങ്കിലും പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ദേഷ്യമുള്ള കാര്യമില്ലേ. എങ്ങനെയാണെങ്കിലും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കഴുകി വെച്ചിട്ടുണ്ട്. ആരും ഇപ്പോൾ അപ്പുറത്തുനിന്നും അയലൊക്കത്തുനിന്നൊന്നും വന്ന് കഴുകൂല, നമ്മൾ തന്നെ കഴുകണ്ടേ അല്ലേ. അങ്ങനെ അത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചമ്മന്തി ചെറിയൊരു പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. മിക്സിയും കൂടെ കഴുകി വെക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെ സ്കൂളിട്ട് വന്നാൽ മിക്സിയും കഴുകാണ്ടാവും. പിന്നെ രാത്രി ഞാൻ പുറത്ത് പോയപ്പോൾ ചെമ്പല്ലി മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. 1/2 കിലോ ആണ് കേട്ടോ മേടിച്ചത്. മീനിൻ്റെ വിലയൊക്കെ കേട്ടാലേ മീനൊന്നും മേടിക്കില്ല. മീൻ നല്ല വിലയാണ്, ചിക്കൻ നല്ല വിലയാണ്, ബീഫ് പിന്നെ ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് കുറച്ച് ബീഫ് കയ്യിലുണ്ട്. പിന്നെ കുറച്ച് ചിക്കനും മേടിച്ചു, കുറച്ച് മീനും മേടിച്ചു കേട്ടോ, ഫ്രീസറിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ മീനിൽ ചെമ്പല്ലി ഞാൻ എടുത്ത് മസാല തിരുമ്മി വെക്കുന്നുണ്ട്. എല്ലാവരും പറയും വീട്ടിൽ അടുപ്പ് കത്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ബർക്കത്തും റഹ്മത്തും ഉണ്ടാവില്ല എന്ന്. നിൻ്റെ വീട്ടിലത്തെ ബർക്കത്തും റഹ്മത്തും പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും ചോറൊന്നും അടുപ്പത്ത് വെക്കലില്ല. ഇരിക്കട്ടെ പുകക്കട്ടെ വന്നത് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മളുടെ ചെറിയ വേസ്റ്റ് പേപ്പർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുപ്പിലിട്ട് കത്തിക്കാറുണ്ട് കേട്ടോ. പഴയ ആളുകൾ പറയും പിന്നെ നമ്മൾ അടുപ്പ് കത്തിക്കാതിരുന്നാൽ വീട്ടിൽ റഹ്മത്തും ബർക്കത്തും ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ആഴ്ചയിലൊരു തവണയൊക്കെ എപ്പോഴും കുറച്ച് പേപ്പേഴ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കാറുണ്ട് കേട്ടോ. ഇനി അങ്ങനെയുള്ളത് നമുക്ക് കിട്ടാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ചെമ്പല്ലി മീനും ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ഹാളിൽ വന്നിട്ട് നമ്മൾ ടൈം എത്രയെന്ന് നോക്കുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യണമുണ്ട് കേട്ടോ, അടിക്കലും തുടക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ലിനു ടൈം ടേബിൾ നോക്കാതെയാണ് പോയിട്ടുള്ളത് സ്കൂളത്തെ, അതും കൂടെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ടോ. മദ്രസ പോയപ്പോൾ ഇത് മറന്നു പോയതാണ്. പിന്നെ അവൾ മദ്രസ കഴിഞ്ഞ് വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവളോട് ടൈം ടേബിൾ നോക്കാൻ പറഞ്ഞാൽ മെല്ലെയാണ് ആൾ ചെയ്യുള്ളൂ. അപ്പോഴേക്കും ഞാൻ അടിക്കാൻ വന്നപ്പോൾ അങ്ങനെ നോക്കി വെച്ചു. അപ്പോഴേക്കും നമ്മളുടെ ചെമ്പല്ലി ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കത്തിക്കഴിഞ്ഞിട്ടുണ്ട് തീയും. അത് കഴിഞ്ഞ് നമ്മൾ ചെമ്പല്ലി ഫ്രൈ ചെയ്ത് സ്കൂളിൽ പോയിട്ട് പിന്നെ സ്കൂൾ വിട്ട് വന്നപ്പോൾ മഴ നല്ല പെയ്യുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എണ്ണക്കടി പുതിയായി. ഞാൻ പുറത്തുനിന്ന് മേടിക്കാറുണ്ട്, എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എണ്ണക്കടിയുടെ അത്രയും വരില്ല പുറത്തുനിന്ന് മേടിക്കുമ്പോൾ. നമ്മൾ വീട്ടിലാകുമ്പോൾ നമുക്ക് മനസ്സറിഞ്ഞ് കഴിക്കാമെന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പഴം മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മൈദമാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പഴം പൊരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യലുണ്ടോ? ഓയിലിൻ്റെ പിന്നെ പാക്ക് കൊടുന്ന് വെച്ചാൽ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം ഇങ്ങനെ വെക്കും, അതിനകത്തുള്ള എണ്ണ മുഴുവൻ കഴിയട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ പഴംപൊരി ചുട്ടെടുക്കുകയാണ് കേട്ടോ. പഴംപൊരി നല്ല പൊള്ളക്കും. ഞാൻ അപ്പോൾ സ്കൂളിട്ട് വന്ന് അപ്പം തന്നെ മാവ് കൂട്ടി വെക്കുകയും ചെയ്യും, അതോടൊപ്പം തന്നെ പൊരിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ. പക്ഷെ നല്ല സോഫ്റ്റായിട്ട് നല്ല പൊള്ളക്കൻ തന്നെയാണ്, പൊള്ളത്തോടു കൂടെ തന്നെ ഉണ്ടോ പഴംപൊരി ഉണ്ടാവാറ് ഇതുപോലെ. പിന്നെ നല്ല മഴയാണ്, അപ്പോൾ ഒരു കട്ടൻ ചായയും പഴംപൊരി ആകുമ്പോൾ അത് നമുക്കൊരു രസമാണല്ലോ അല്ലേ. കുട്ടികളും
നമ്മളും കൂടി സിറ്റ് ഔട്ടിലിരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞു. പിന്നെ രാത്രി ലിനുവിന് ഷവർമ്മ വേണം എന്നിട്ട് അങ്ങനെ ഷവർമ്മയും മേടിച്ച് കഴിച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.